അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പ്രഭാതം 40. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലഇലാഫി ഖുറൈശിൻ ഇലാഫിഹിം റിഹ്ലതശ് ശിതാഇ വസ്സൈഫ് فليعبدوا رب هذا البيت الذي أطعمهم من جوع وآمنهم من خوف. صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ന് നാം ചർച്ചയാരംഭിക്കുന്നത് സൂറത്ത് ഖുറൈശാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബമാണ് ഖുറൈശ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഹബീബിന്റെ മുമ്പ് ഈ കുടുംബം അനുഭവിച്ചിരുന്ന ഒരു മുഴു പട്ടിണിയിൽ നിന്ന്, തുല്യതയില്ലാത്ത ഒരു പട്ടിണിയിൽ നിന്ന് അള്ളാഹു അവർക്ക് കൊടുത്ത മോചനത്തിന്റെ പേരിൽ അള്ളാഹുവിനെ ആരാധിക്കണം നിങ്ങൾ എന്ന് ഖുറൈശികളോട് മൊത്തത്തിൽ ആവശ്യപ്പെടുന്ന അധ്യായമാണ് സൂറത്ത് ഖുറൈശ്. മുഴു പട്ടിണിയിൽ അകപ്പെട്ട് ഭക്ഷണം കഴിക്കാൻ നിർവാഹമില്ലാതെ വന്നപ്പോൾ പൊരി വെയിലത്തു പോയി മരിക്കാൻ വേണ്ടി മലർന്നു കിടക്കുകയായിരുന്നു ഖുറൈശികളിൽ പലരും. ആത്മഹത്യാപരമായ ഇത്തരം തീരുമാനങ്ങൾ എടുക്കാൻ അവരെ പ്രേരിപ്പിച്ചത് വീട്ടിലുള്ള കുട്ടികൾക്കും മക്കൾക്കും അന്നം കൊടുക്കാൻ വകയില്ലാത്തതുകൊണ്ടായിരുന്നു. അപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉപ്പാപ്പമാരിൽ ഒരാളായ ഹാഷിം തങ്ങളുടെ മനസ്സിൽ ഒരു ഉപായം തോന്നിയത്. അത് തോന്നിപ്പിച്ചത് അള്ളാഹുവാണ് എന്ന് അള്ളാഹു തആല ഈ സൂറയിലൂടെ അവകാശപ്പെടുകയാണ്. ഹാഷിം തങ്ങൾ എല്ലാവരെയും വിളിച്ചു ചേർത്തു. ഒരു വലിയ കോൺഫറൻസ് വിളിച്ചുകൂട്ടി. ആ കോൺഫറൻസിൽ ഹാഷിം തങ്ങൾ നടത്തിയ ഒരു പ്രഭാഷണമുണ്ട്. ഓ അള്ളാഹുവിൻ്റെ ഹറം നിവാസികളെ, നമ്മൾ ഹറമിൻ്റെ അഹ്ലുകാരാണ്. നഹ്നു അഹ്ലു ഹറമില്ല. നമ്മൾ എന്തിനാണ് ഭക്ഷണം കിട്ടാതെ പൊരി വെയിലത്ത് കിടന്ന് പെടഞ്ഞു മരിക്കുന്നത്? അതിൻ്റെ ആവശ്യമില്ലല്ലോ. അങ്ങനെ വിധിക്കപ്പെട്ടവരല്ല നമ്മൾ. ഈ മണ്ണിൽ ഭക്ഷണമില്ലേ? നമുക്ക് ജീവിക്കാനുള്ള വിഭവങ്ങളില്ലേ? തൊട്ടടുത്ത നാട്ടിൽ പോയി അത് കിട്ടുമോ എന്ന് നോക്കണം. ആദ്യമായി പ്രവാസ ലോകത്തേക്ക് ചേക്കേറി അവിടെ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് സ്വന്തം രാജ്യത്ത് ജീവിക്കാൻ പഠിപ്പിച്ച ആളായിരുന്നു ഹാഷിം തങ്ങൾ എന്ന് നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ ഹാഷിം തങ്ങൾ പറഞ്ഞു, ശൈത്യകാലത്തും ഉഷ്ണകാലത്തും തണുപ്പ് കാലത്തും ചൂടുകാലത്തും 2 കച്ചവട യാത്രകൾ നമ്മൾ ഷാമിലേക്കും യമനിലേക്കും ഒരുക്കണം. 6 മാസം ഷാമിലും 6 മാസം യമനിലും സീസൺ നോക്കിയാണ് 2 സ്ഥലത്തേക്കും വിടുന്നത്. അവിടെ കച്ചവടം നടത്തി വൻ ലാഭമുണ്ടാക്കുക. തിരിച്ചു വന്ന് 6 മാസം ഏതാനും ആഴ്ചകൾ അവിടെ കച്ചവടം നടത്തി തിരിച്ചു വന്ന് 6 മാസത്തേക്ക് ആ ലാഭം കൊണ്ട് ജീവിക്കുക. ഇങ്ങനെ ഇന്ന് നമ്മളിൽ പലരും ചെയ്തുകൊണ്ടിരിക്കുന്ന, ഗൾഫിൽ പോയി 2 കൊല്ലം അധ്വാനിച്ച് 6 മാസമോ അതിൽ താഴെയോ ഉള്ള കാലയളവ് നാട്ടിൽ അടിച്ചു പൊളിച്ച് ജീവിക്കുന്ന ഒരു രീതി. ഈ ഒരാശയം ഹാഷിം തങ്ങൾ തൻ്റെ സ്വജനതയോട് പങ്കുവെക്കുകയാണ്. എന്നാൽ അവർ പറഞ്ഞിരുന്നത് നേരെ തിരിച്ചാണെന്ന് മാത്രം. അല്പസമയം അധ്വാനിക്കുക, കൂടുതൽ ആ ലാഭം കൊണ്ട് നാട്ടിൽ അടിച്ചു പൊളിച്ച് ജീവിക്കുക എന്ന ഒരവസ്ഥയിലേക്കാണ് അവർ ജനങ്ങളെ എത്തിച്ചിരുന്നത് എന്നു മാത്രം. ഏതായാലും ആ ടീമിനോടായി അവർക്കിതിലൂടെ അള്ളാഹു പരിഹാരം നൽകിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ പരിഹാരം നൽകി അവരെ സംരക്ഷിച്ചതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹുവിൻ്റെ ഹബീബിന് ഖുർആൻ ഇറങ്ങുമ്പോൾ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹു പറഞ്ഞു, ലഇലാഫി ഖുറൈശിൻ ഇലാഫിഹിം റിഹ്ലതശ് ശിതാഇ വസ്സൈഫ്. ഖുറൈശികൾക്ക് നാം ഇടക്കി കൊടുത്തത് കാരണമായി, അതായത് ഇലാഫിഹിം റിഹ്ലതശ് ശിതാഇ വസ്സൈഫ്, തണുപ്പ് കാലത്തും ചൂടുകാലത്തുമുള്ള 2 യാത്രകൾ അവർക്ക് കച്ചവട യാത്രകൾ ഒരുക്കി കൊടുത്തു എന്ന കാരണം കൊണ്ട്
അതവരുമായി ഇണക്കിക്കൊടുത്തു, ഒരുക്കിക്കൊടുത്തു, ആ സാഹചര്യം അവർക്ക് നൽകി എന്ന കാരണം കൊണ്ട് ഫലിയഅ്ബുദൂ റബ്ബ ഹാദൽ ബൈത്ത്, ഇതൊക്കെ എന്തിൻ്റെ പേരിൽ കിട്ടിയതാ? കഅബാലയത്തിൻ്റെ ആളുകളാണ്. കഅബാലയത്തിൻ്റെ ആളുകളാണെന്നറിഞ്ഞാൽ പിന്നെ മറുനാട്ടിലേക്ക് കടന്നു ചെല്ലാൻ ഒരു ഡോക്യുമെന്റ്സിൻ്റെയും ആവശ്യമില്ലായിരുന്നു, ഒരു രേഖകളും വേണ്ട. അപ്പോൾ പറഞ്ഞു, ഈ കഅബാലയത്തിൻ്റെ രക്ഷിതാവിനെ നിങ്ങൾ ആരാധിക്കണം. നിങ്ങൾ അല്ലാഹുവല്ലാത്തവരെ ആരാധിക്കരുത്. അല്ലാഹുവാണ് നിങ്ങൾക്ക് ഈ സുഖവും സൗകര്യവും ഒക്കെ തന്നത്, ഈ ആശയം നിങ്ങളുടെ മനസ്സിലിട്ട് തന്നതും. അള്ളാഹുവിൻ്റെ ഹറമിൻ്റെ ആളുകളാണെന്നതുകൊണ്ടാണ് നിങ്ങൾ ഈ സുഖമൊക്കെ ആസ്വദിക്കുന്നത്. ഫലിയഅ്ബുദൂ റബ്ബ ഹാദൽ ബൈത്ത്, അതുകൊണ്ട് ഈ കഅബാലയത്തിൻ്റെ രക്ഷിതാവിനെ അവർ അനുസരിച്ചു കൊള്ളട്ടെ. അല്ലദീ അത്അമഹും മിൻ ജൂഇൻ വആമനഹും മിൻ ഖൗഫ്, പട്ടിണിയിൽ നിന്ന് അവർക്ക് അഭയം നൽകി, ഭയവിഹ്വലമായ അന്തരീക്ഷങ്ങളിൽ നിന്ന് അവർക്ക് സമാധാനം നൽകി, അവരെ രക്ഷിച്ച അള്ളാഹുവിനെ അവർ ആരാധിച്ചു കൊള്ളട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനെ ആരാധിക്കുന്നതിലേക്ക് തിരിച്ചുവിടുകയായിരുന്നു. ഇൻഷാ അല്ലാഹ് ഇതിൽ വളരെ പ്രധാനപ്പെട്ട 2 നിഅ്മത്തുകളാണ് ഇവിടെ പ്രത്യേകം എടുത്തു പറഞ്ഞത്. അള്ളാഹു അവനെ ഇബാദത്ത് ചോദിക്കുമ്പോൾ പ്രത്യേകം എടുത്തു പറഞ്ഞത് നമുക്ക് ഭക്ഷണം തന്നതും നമുക്ക് സമാധാനാന്തരീക്ഷം സൃഷ്ടിച്ചതുമാണ്. ഇത് സംബന്ധമായി ഒരു ചെറിയ വിശദീകരണം, സൂറയുടെ വിശദീകരണം നമുക്ക് നാളെ നൽകാം. അള്ളാഹു നമ്മെ അള്ളാഹുവിനെ ആരാധിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.